ഞാൻ അച്ഛനെ ജയിലിൽ പോയി കണ്ടിരുന്നു. അച്ഛനെ കാണാൻ പോയത് അഹങ്കാരത്തിലാണെങ്കിലും തിരികെ വന്നത് അച്ഛൻ്റെ ആ പഴയ മോളായിട്ടാ. നിന്റെ പഴയ ചേച്ചിയായിട്ട്, ലക്ഷ്മി ചേച്ചിയായിട്ട്. മഹി, നീ വന്നേ. വാ. എന്തിനാട്ടാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നിനക്കറിയില്ല എന്തിനാന്ന്? നീ എന്തിനാ എപ്പോഴും ആ വേലക്കാരി പെണ്ണിന് പുറകെ നടക്കുന്നത്? ഈ വീട്ടില് നിന്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടത്തിയുണ്ട്. എങ്കിലും നീ എപ്പോഴും ആ ചന്ദ്രലേഖയുടെയും ആ ചിന്നുവിന്റെ ഒപ്പമാ. അതെന്താ അങ്ങനെയെന്നാ എനിക്കറിയേണ്ടത്. അതിപ്പോ ഇവനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങൾ ആണുങ്ങളെ വശത്താക്കാൻ തുനിഞ്ഞിറങ്ങിയ പിന്നെ ബ്രഹ്മാവിന് പോലും തടുക്കാൻ പറ്റില്ല സാർ. അവളുടെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോമഡി കേൾക്കാനും ചിരിക്കാനും അവളുടെ ആവശ്യങ്ങൾക്ക് നീ മുൻകൈ എടുക്കുന്നത് ഒന്നും നിന്റെ ഈ ഏട്ടന് ഇഷ്ടമല്ല മഹി. അതിനാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ജോലിക്ക് നിൽക്കുന്ന ചില സ്ത്രീകൾക്ക് അവിടുത്തെ ആണുങ്ങളോട് ഒരു പ്രത്യേക പരിഗണനയൊക്കെ കാണും. രണ്ടുപേരും ചെറുപ്പക്കാരു കൂടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. തട്ടിയൊരുമി നടക്കുകയും ഡബിൾ മീനിങ്ങിൽ കാര്യങ്ങൾ പറഞ്ഞും അവര് നമ്മളെ സുഖിപ്പിച്ച് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ കരുതും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാന്ന്. എന്നാ അങ്ങനെയൊന്നും അല്ലടാ. അവര് സ്നേഹിക്കുന്നത് നമ്മളെ ആവില്ല, നമ്മുടെ പണത്തെ ആയിരിക്കും. ഞാൻ നിന്റെ ഏട്ടത്തിയാ, അമ്മയെ പോലെ കാണണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം, എന്നിട്ട് അതനുസരിക്കുകയും വേണം. നീയും അവളും ഏകദേശം ഒരേ പ്രായമാ. പക്ഷെ നീ ഇവിടുത്തെ ആരാണെന്നും അവൾ ഇവിടുത്തെ ആരാണെന്നും നീ വേണം മനസ്സിലാക്കാൻ. നിന്നെ ഇഷ്ടമാണെന്ന് തോന്നിപ്പിച്ചിട്ട് നിന്റെ കയ്യിൽ നിന്ന് ഒപ്പിക്കുന്ന കാശും കൊണ്ട് നാളെ ഒരു ദിവസം ഒരു പോക്ക് പോയാല് നിന്റെ കരച്ചിലും വിഷമമൊക്കെ കാണാൻ ഞങ്ങളെ ഇവിടെ ഉണ്ടാവൂ. നിന്നെ ആശ്വസിപ്പിക്കാനും ഞങ്ങളെ കാണൂ. അതുകൊണ്ട് കണ്ട പെണ്ണുങ്ങൾ പറ്റിക്കാനായിട്ട് വരുമ്പോ അതിന് നിന്ന് കൊടുക്കാതെ വല്ല ജോലിക്കും പോടാ ചെറുക്കാ. അങ്ങനെ എന്നെ ആരും പറ്റിക്കുന്നില്ല. പക്ഷേ എന്റെ ഈ ഏട്ടനെ പലരും പറ്റിക്കുന്നുണ്ട്. ചിന്നും ചന്ദ്രാമയും ഒക്കെ ഇവിടുത്തെ ജോലിക്കാർ തന്നെയാ. അത് അവരുടെ തലവരെയായി കണ്ട് ആർക്കൊരു ശല്യമാവാതെ ജോലി ചെയ്ത് അവരിവിടെ ജീവിക്കുന്നത്. അവർക്കൊന്നും ആരെയും പറ്റിക്കാൻ അറിയില്ല. അതുകൊണ്ടാ അവരടുക്കളയിലും മറ്റു പലര് ഈ വീടിന്റെ അകത്തുമായത്. ചന്ദ്രാമ എന്റെ അമ്മയെ പോലെ തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവരുടെ പിന്നാലെ നടക്കുന്നത്. ഒരിക്കലും ഒരു കാര്യത്തിനും ചിന്നും ചന്ദ്രാമ എന്നെ പറ്റിക്കില്ല. എനിക്കത് ഉറപ്പാ. നീ ഇപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എല്ലാവരെയും പറ്റിച്ച് ജീവിക്കുന്നു എന്നാണോ? ഞാൻ പറഞ്ഞ സത്യങ്ങളിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് ഏട്ടത്തേക്ക് തോന്നിയെങ്കിൽ ഞാനതിന് കുറ്റം പറയില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം, എന്റെ ഒരു കാര്യത്തിനും ഞാൻ ഏട്ടനെയോ ഏട്ടത്തെയോ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോ അത് പറയേണ്ട കാര്യമില്ല. കേട്ടല്ലോ അല്ലേ അനിയൻ പറയുന്നത്? അവറ്റകളുടെ കൂടെ നടന്ന് ഇവനും അവരെ പോലെയായി. ഇവരെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനി സാറല്ല ഉടയ തമ്പുരാൻ വന്ന് പറഞ്ഞാലും ശരി,
അത്രയ്ക്കും ചെവിയിൽ ഊതി കൊടുത്തിട്ടുണ്ട് അവളുമാര്. ആ, എന്തേലുമൊക്കെ കാണിക്കും. ഛെ. ഡാ, നീ എന്തിനാ ഐശ്വര്യ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവളെ നിന്റെ ഏട്ടത്തിയാ. ഏട്ടത്തിയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് അനിയനോട് സംസാരിക്കേണ്ട ഭാഷയെ സംസാരിക്കണം. ഞാനും ഏട്ടനും കുഞ്ഞിലെ മുതൽ കാണുന്നല്ലേ ചന്ദ്രാമയെ. നമ്മൾ രണ്ടുപേരും വളർത്തിയതും ചന്ദ്രാമയല്ലേ. അവരെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞാൽ എനിക്ക് പൊള്ളും. അതുപോലെ തന്നെ പാവ ചിന്നു. നിവൃത്തികേടുണ്ടെന്ന് കരുതി അവരുടെ തലയിൽ ചവിട്ടി കയറുന്നത് ശരിയല്ല ഏട്ടാ. ഏട്ടന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം. നമുക്കിടയിൽ ഏട്ടത്തിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും പറയാനില്ലല്ലോ. ഞാൻ പോട്ടെ. നിന്റെ മുഖത്തെന്താ ഒരു മ്ലാനത? മഹിയായിട്ടുള്ള സംസാരം പാതിയിൽ മുറിഞ്ഞു പോയതുകൊണ്ടാണോ? എന്റെ മുഖത്തെ മ്ലാനത കണ്ട അത് എന്തർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ മാഡത്തിന് കഴിയില്ല. മുന്നേ ആയിരുന്നെങ്കിൽ ഞാനത് സമ്മതിച്ചു തന്നേനെ. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ എന്നെ കൊണ്ടാവില്ല. പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഹും, എന്താ പഴയ കാലമൊക്കെ അയവറക്കുന്നു. പുതിയ എന്തെങ്കിലും നാടകം കൊണ്ട് ഇറങ്ങിയതാണോ? ഞാൻ ഇനി നിന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങള് നീ കേൾക്കണം. ഞാൻ അച്ഛനെ ജയിലിൽ പോയി കണ്ടിരുന്നു. അച്ഛനെ കാണാൻ പോയത് അഹങ്കാരത്തിലാണെങ്കിലും തിരികെ വന്നത് അച്ഛൻ്റെ ആ പഴയ മോളായിട്ടാ. നിന്റെ പഴയ ചേച്ചിയായിട്ട്, ലക്ഷ്മി ചേച്ചിയായിട്ട്. സംഗതി വർക്കൗട്ടായി. പെട്ടെന്ന് കിട്ടിയ സൗഭാഗ്യത്തിൽ ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് എനിക്കിപ്പോഴാ മനസ്സിലാവുന്നത്. അച്ഛനെ, അമ്മയെ, നിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ അനുഭവിപ്പിച്ചു. എനിക്കറിയാം അതിന്റെയൊക്കെ ശാപം എന്നെ വേട്ടയാടും എന്തായാലും. അതൊക്കെ അനുഭവിക്കാൻ ഞാനും തയ്യാറാ. പെറ്റമ്മയുടെ ശാപം എന്റെ പണം കൊണ്ട് നികത്താൻ പറ്റുന്നതല്ലോ. അത് ഞാൻ അനുഭവിച്ചേ മതിയാവും മോളെ. നീ അമ്മയോട് പറയണം ഞാൻ നേരിട്ട് വന്ന് കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ടെന്ന്. നിന്നോടും ചേച്ചി ഒരുപാട് തെറ്റ് ചെയ്തു. മോൾ അതൊക്കെ മറക്കണം.